السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ സ്വബാഹ് മസാ ദിക്റുകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ളതും നമ്മൾ പതിവായി ചൊല്ലേണ്ടതുമായ ആയത്തുൽ കുർസി മുഅവ്വദാത്ത്, ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി ഓരോ തവണ ചൊല്ലുക. അതുപോലെ മുഅവ്വദാത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് 3 തവണ ചൊല്ലുക. ഇത് അദ്കാറുസ് സ്വബാഹി വൽ മസാ എന്ന് പറയുന്ന അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹിസ്നുൽ മുസ്ലിമിലും മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ അഅലമു ആയത്തിൻ ഫിൽ ഖുർആൻ, സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. എല്ലാ നമസ്കാരത്തിന് ശേഷവും രാത്രി കിടക്കുമ്പോഴും ഒക്കെ നാം ഓതുന്ന ആയത്തുൽ കുർസി ഖുർആനിൽ ഏറ്റവും മഹത്തായ സൂക്തം എന്ന് പറഞ്ഞിട്ടുള്ളതാണത്. 255-ാമത്തെ ആയത്ത്. അത് രാവിലെ ദിക്റിൽ ആദ്യമായി ചൊല്ലുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ സല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ഇത് നമ്മുടെ സുഹൃത്തുക്കള് ഏതെങ്കിലും ഒരു ശരിക്ക് മഖ്റജോട് കൂടിയ ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാളുടെ അടുത്ത് ഇരുന്ന് തെറ്റ് കൂടാതെ ഓതി പഠിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പല ആയത്തുൽ കുർസി അറിയുന്നുണ്ട്, ഒന്ന് ഓതിക്കാട്ടെ എന്ന് പറയുമ്പോൾ പല തെറ്റുകളും അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഒരാളുടെ അടുത്ത് ഇരുന്ന് അക്ഷരസ്ഫുടതയോട് കൂടി അതിന്റെ മഖ്റജുകളൊക്കെ ശരിയാക്കിയിട്ട് അതൊന്ന് ഓതി പഠിക്കണം. അതുപോലെ തന്നെ ഈ ആയത്തിന്റെ അർത്ഥം അതും നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്. നമ്മൾ എന്താണ് ഒരു ദിക്ർ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നമ്മൾ പറയുമ്പോൾ എന്താണ് ഞാൻ ഈ പറയുന്നത് എന്ന് അർത്ഥബോധത്തോടു കൂടി പറയുമ്പോൾ മാത്രമാണ് അതിൽ നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാകുക. അല്ലെങ്കിൽ നമ്മുടെ നാവ് അങ്ങനെ പറയും, മനസ്സതിനോട് യോജിക്കാത്ത അവസ്ഥ വരും. അതൊരിക്കലും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആയത്തുൽ കുർസിന്റെ അർത്ഥം ശരിക്കും പഠിക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹയ്യ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, അവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ അവനെ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവന്റേതാണ്. മൻ സല്ലദീ യശ്ഫഉ ഇൻദഹു, അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുമതി പ്രകാരമല്ലാതെ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നുണ്ട്. അവരുടെ കഴിഞ്ഞ കാലത്തുള്ളതും വരാൻ പോണ കാലത്തുള്ളതും എന്നർത്ഥം. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അവന്റെ അറിവിൽ നിന്നും, അള്ളാഹുവിന്റെ അറിവിൽ നിന്നും അവർ സൂക്ഷ്മമായി അറിയുകയില്ല. ഇല്ലാ ബിമാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ. മനുഷ്യർക്കോ ജിന്നുകൾക്കോ ആർക്കും തന്നെ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ അറിയാൻ കഴിയില്ല, സൂക്ഷ്മമായിട്ട് അറിയാൻ കഴിയില്ല. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള്, അവന്റെ കുർസി എന്ന് പറഞ്ഞാൽ അവന്റെ പാദപീഠം, പാദം വെക്കുന്ന പീഠം, അത് ആകാശഭൂമികളെ മുഴുവൻ വിശാലമായി ഉൾക്കൊള്ളുന്നു. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അവയുടെ സംരക്ഷണം അവനൊട്ടും ഭാരമുള്ളതല്ല. വഹുവൽ അലിയുൽ അലീം, അവൻ അത്യധികം
ഉന്നതനും മഹാനുമാകുന്നു. ഇതാണ് ആയത്തുൽ കുർസിന്റെ അർത്ഥം. നിങ്ങൾ അമാനുവലിന്റെ പരിഭാഷ എടുത്തിട്ട് അതിന്റെ വിശദീകരണം ഒന്ന് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂക്തം എന്ന് പറയുന്നതും 5 നേരത്തെ സംസ്കാരത്തിന് ശേഷവും രാവിലെയും വൈകുന്നേരത്തെയും ദിക്റിലും രാത്രി കിടക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെയുള്ള പിശാചിനെതിരിലുള്ള ഏറ്റവും വലിയൊരു മറുമരുന്ന് എന്ന് പറയാവുന്ന അതാണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് അത് പഠിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ് രാവിലത്തെ ദിക്റിലും വൈകുന്നേരത്തെ ദിക്റിലും അതുണ്ട്. ഇത് രാവിലെയും വൈകുന്നേരവും ചൊല്ലണം എന്നതിന് തെളിവായിട്ട് പറയുന്ന ഹദീസ് ഉബയ്യ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. നമ്മുടെ പല ആളുകൾക്കിടയിലും നമ്മുടെ ഈ ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ചർച്ചയിൽ വന്നൊരു ഹദീസാണ്. ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ചിട്ട് ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞതാണ്, അവരുടെ കാരക്ക ഉണക്കുന്ന സ്ഥലത്ത് കാരക്ക കട്ടെടുക്കാൻ വേണ്ടി വന്നു. ഇത് പല റിവായത്തുകളിലും വന്നിട്ടുള്ളതാണ്. ഷെയ്ഖ് അൽബാനിയുടെ തഅലീഖാത്തുൽ ഹിസാൻ സഹീഹ് ഇബ്നു ഹിബ്ബാൻ എന്നതിലും അതുപോലെ തന്നെ സിൽസിലത്തുൽ അഹാദിസ് സഹീഹ ഇതിലൊക്കെ അത് റിവായത്ത് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആളുകൾക്ക് വേണമെങ്കിൽ അത് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. ഹദീസ് ഇങ്ങനെയാണ്. അബൂ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന അബാഹു അഖ്ബർ, അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, അന്നഹു കാൻ ലഹും ജരീനും ഫീഹി തംറുൻ, അവർക്ക് കാരക്ക ഉണക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവർ തീർച്ചയായും കാരക്ക കുറയുന്നത് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ പിതാവ് രാത്രി കാവൽ നിന്നു, ഒളിഞ്ഞു നിന്നു. അപ്പോൾ ഒരു ജീവി വന്നു, ഒരു പ്രായപൂർത്തി എത്തിയ ഒരു യുവാവിന്റെ രൂപത്തിൽ. അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം പോയിട്ട് സലാം പറഞ്ഞു. അപ്പൊ ആ വന്ന വ്യക്തി സലാം മടക്കി. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, ബൈബിന്റെ പിതാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? മാ അൻസ ജിന്നുൻ അം ഇൻസു, ജിന്നാണോ ഇൻസാണോ എന്ന് ചോദിച്ചു. ജിന്നാണോ മനുഷ്യനാണോ? ഫഖാല ജിന്നു, ജിന്നാണെന്ന് പറഞ്ഞു. ഫഖുൽതു നാവിൽ നീ യദക്, നിന്റെ കൈ എന്ന് നീട്ടുന്നു പറഞ്ഞു. ഫൈദാ യദു കൽബിൻ വശഅറു കൽബിൻ, അവന്റെ കൈ നായയുടെ കൈ പോലെ ഉണ്ട്, അതുപോലെ തന്നെ രോമം നായയുടെ രോമം പോലെ ഉണ്ട്. ഫഖുൽതു ഹാകദാ ഖുലിഖൽ ജിൻ, ഇപ്രകാരമാണോ ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ അവൻ പറഞ്ഞു, ജിന്ന് പറഞ്ഞു, ലഖദ് അലിമത്തിൽ ജിന്നു അന്നഹു മാ ഫീഹി മൻ ഹുവ അശദ്ദു മിന്നി, ജിന്നുകൾ അറിഞ്ഞിട്ടുണ്ട് അവരെ കൂട്ടത്തിൽ എന്നെക്കാൾ ശക്തനായ ആരുമില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, മാ യഹ്മിലു കലാമാ സനാത്ത, എന്താണ് നിങ്ങൾ ഈ കാരക്ക ഉണക്കുന്നത് കട്ടെടുക്കാൻ പ്രേരിപ്പിച്ച സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോ, ബലഗനി അന്നക റജുലുൻ തുഹിബ്ബു സ്വദഖ ഫഅഹ്ബബ്ത നുസീബ മിൻ തആമിക്, നിങ്ങൾ സ്വദഖ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഭക്ഷണത്തിൽ നിന്ന് അല്പം എടുക്കാം എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ചോദിച്ചു, ഫമല്ലദി യഹ്രിസുനാ മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കുന്നത് എന്താണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് എന്താണ്? ഫഖാല ആദില്ല ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതിയാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ പിതാവ് പറയുന്നത്, ഫതറത്തുഹു, ഞാൻ അവനെ വിട്ടു. വഗദാ ഉബൈ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു, പിറ്റേന്ന് ഉബൈ റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്ത് പോയിട്ട് ഈ വിവരം പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സദഖൽ ഖബീസ്, അവൻ പറഞ്ഞത്, അവൻ വൃത്തികെട്ടവനാണെങ്കിൽ ആ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിലിങ്ങനെയുള്ളത്, മൻ ഖാലഹ ഹീന യുംസി, ആരെങ്കിലും ഇത് വൈകുന്നേരം പറഞ്ഞാൽ ഉജീറ മിന്നാ ഹത്താ യുസ്ബിഹ, നേരം പുലരുന്നവരെ അയാൾക്ക് ഞങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടും. വമൻ ഖാലഹ ഹീന യുസ്ബിഹു, ആരെങ്കിലും നേരം പുലരുമ്പോൾ അത് പറഞ്ഞാൽ, രാവിലെ പറഞ്ഞാൽ ഉജീറ മിന്നാ ഹത്താ യുംസിയ, വൈകുന്നേരം വരെയും ഞങ്ങളിൽ നിന്ന് അവന് സംരക്ഷണം കിട്ടുമെന്ന് അവൻ പറഞ്ഞു. അതിനെ പറ്റിയാണ് റസൂൽ പറഞ്ഞത്, അവൻ പറഞ്ഞത് സത്യമാണ്. ഈ ഹദീസാണ് അതിന് തെളിവായിട്ട് കൊടുത്തിട്ടുള്ള ഹദീസ്. പിന്നെയുള്ളത് മുഅവ്വദത്തൈനി, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഖുൽ വല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. അതിന്റെ അർത്ഥവും ആശയവും വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ് എടുക്കേണ്ടി വരും. ഈ 3 സൂറത്തും മൻ ഖാലഹ സലാസ മർറാത്തിൻ ഹീന യുസ്ബിഹു വഹീന യുംസി, ഈ 3 സൂറത്തും 3 തവണ നേരം പുലരുമ്പോഴും രാവിലെയും വൈകുന്നേരം ചൊല്ലിയാൽ കഫതുഹു മിൻ കുല്ലി ഷൈഇൻ എന്ന റിവായത്തിൽ, അല്ലെങ്കിൽ യക്ഫീഹി മിൻ കുല്ലി ഷൈഇൻ വേറെ ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് പറയാണ്, ഖറജ്നാ ഫീ ലൈലത്തി മത്വരിൻ വളുൽമത്തിൻ ഷദീദ, നല്ല മഴയുള്ള നല്ല കൂരി ഇരുട്ടുള്ള ഒരു രാത്രി ഞങ്ങൾ പുറപ്പെട്ടു. നത്റുബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ അന്വേഷിച്ചുകൊണ്ട്, റസൂൽ ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിച്ച് തരാൻ വേണ്ടി. ഫാദറക്കൻ, അങ്ങനെ ഞങ്ങൾ നബിയെ കണ്ടെത്തി. അപ്പൊ നബി പറഞ്ഞു, കുൽ, പറയൂ എന്ന് പറഞ്ഞു.
അപ്പൊ വല്ല മഖുൽ ഷൈഅ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെയും പറഞ്ഞു പറയൂ ഖുൽ, അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല. വീണ്ടും നബി ഖുൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു മാ അഖുൽ, എന്താണ് ഞാൻ പറയേണ്ടത്? അപ്പൊ റസൂൽ പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വദതൈനി, ഖുൽ അല്ലാഹും മുഅവ്വദതൈനിയും പറയുക. മുഅവ്വദതൈനി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസുമാണ്. ഹീന തുംസി വഹീന തുസ്ബി, നീ വൈകുന്നേരത്തും നേരം വരുമ്പോഴും ഇത് പറഞ്ഞാൽ, സലാസ മറത്തി 3 തവണ പറഞ്ഞാൽ, യക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നും നിനക്ക് അത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ, രാവിലെ പറഞ്ഞാൽ നേരം പുലരുന്നവരെയുള്ള എല്ലാ ഷെറിൽ നിന്നും അത് കാരണമായി അള്ളാഹു നമുക്ക് കാവൽ നൽകും. രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള ഷെറിൽ നിന്ന് അത് നമുക്ക് കാവലിനെ നൽകും. ഇത് രാത്രി കിടക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഓതി മുഖം തടവി തല തടവി ശരീരം മുഴുവൻ തടവിയിട്ട് കിടക്കണമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷനുള്ള, നമ്മുടെ ഒരു പ്രതിരോധത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. അപ്പൊ അത് ഇതും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളടുത്ത് ശരിക്ക് മഖ്റജ് സഹിതം നമ്മൾ ഓതി പഠിച്ച് അർത്ഥം ശരിക്ക് പഠിച്ചിട്ട് അർത്ഥബോധത്തോടെ ചെല്ലണം. അപ്പോൾ മാത്രം അതിന്റെ ഫലം നമുക്ക് പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് രാവിലത്തെയും വൈകുന്നേരത്തെയുമുള്ള ദിക്റുകളിൽ ആയത്തുൽ കുർസിയും മുഅവ്വദാത്തും നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്